ബി ഉണ്ണികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഫെഫ്ക കൃത്യമായ വിഷയത്തിനകത്ത് പ്രതിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ മലയാള സിനിമയെ വിമർശിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു നാടിന്റെ ദിശാബോധത്തെ കൂടി ചോദ്യം ചെയ്യുകയാണോ ഈ പരാമർശങ്ങൾ? രണ്ട് വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന്, മലയാള സിനിമയില് ഇപ്പോ പല രീതിയിലും മലയാള സിനിമയില് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത്. അത് മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ പ്രേക്ഷകരും ഏറ്റെടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഇങ്ങനെ ഒരു സിനിമയെ വിമർശിച്ചുകൂടാ. പ്രത്യേകിച്ച് ജയമോഹനെ പോലെ അക്കംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരൻ, ക്രിട്ടിക്, അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സിനിമയെ വിമർശിക്കാം. പക്ഷേ ഈ വിമർശനത്തിൽ ഉയരുന്ന ഒരു വിദ്വേഷത്തിന്റെ തീവ്രത, അതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളെയെല്ലാം അതിശയിപ്പിച്ചത്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ മദ്യപിച്ച് കൂത്തഹടുന്ന പെറുക്കികളെ നോർമലൈസ് ചെയ്യുന്നു, അവരെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ള മറ്റൊരു ജയമോഹനെ പോലെ ഒരാള് എഴുതുമ്പോൾ അത് അങ്ങനെ നിഷ്കളങ്കമല്ലെന്നും അതിനെ അങ്ങനെ വിടേണ്ടതില്ലെന്നും എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇതിനകത്തൊരു പ്രതികരണത്തിന് തയ്യാറായത്. തീർച്ചയായിട്ടും അത് ഒരു ലളിത വായനയല്ല, കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുള്ള വായനയാണ് അത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ കുറിപ്പ് വായിക്കുന്നവർക്ക് തോന്നും. ഇന്ന് അദ്ദേഹം എനിക്ക് തോന്നുന്നു മാതൃഭൂമിക്ക് കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖത്തിൽ അത് വളരെ കൃത്യമായിട്ട്, എനിക്ക് അതിനകത്ത് ഒരു പിഴവും പറ്റിയിട്ടില്ല, ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. മലയാളിയെ സാമാന്യവൽക്കരിക്കുന്ന, നമ്മളുടെ സംസ്കാരത്തെ സാമാന്യവൽക്കരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. ഇത് ശുദ്ധ വങ്കത്വമാണ്. അതായത് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഇതൊരു ഹേറ്റ് ക്യാമ്പയിൻ ആണോ നടക്കുന്നത്? പ്രധാനമായിട്ടും എഴുത്തുകാരന്റെ ഒരു രാഷ്ട്രീയ നിലപാട്, അങ്ങനെ ആ ഒരു ആരോപണം കൂടി ഇതിനകത്ത് ഉന്നയിക്കപ്പെടുന്നുണ്ടോ? ഈ സിനിമ കണ്ടിട്ടുള്ള ആർക്കും അറിയാം, സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന, നമ്മൾ കൃത്യമായിട്ട് വർക്കിംഗ് ക്ലാസ് എന്ന് പറയാവുന്ന ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ, അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രയാസം പിടിച്ച സാഹചര്യങ്ങളിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്ത് അവര് ഒരു ടൂർ പോകുന്നു. അപ്പോ അവര് മദ്യപിക്കുന്നുണ്ടാവാം, അവർ നൃത്തം വെക്കുന്നുണ്ടാവാം, അവർ ബഹളം വെക്കുന്നുണ്ടാവാം. അപ്പോ ഈ നമ്മളുടെ കൃത്യമായിട്ട് എല്ലാവരും വ്യാകരണബദ്ധമായിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ ആ വ്യാകരണത്തെ പൊളിച്ചുകൊണ്ട് നമ്മളുടെ ആനന്ദത്തെ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഓരോ മനുഷ്യനും ഒരു മനുഷ്യനായി തീരുന്നത്. അപ്പൊ അതിനുള്ള സ്പേസ് എല്ലാം നമ്മുടെ സാമൂഹിക ജീവിതത്തിലുണ്ട്. അങ്ങനെ നമുക്ക് അങ്ങനെ പോകുന്ന ഒരു ചെറുപ്പക്കാരിൽ ഒരാൾക്ക് ഒരു അപകടം പിണയുന്നു. അതിനകത്ത് മുഴുവൻ സിസ്റ്റവും അവരോട് ഒട്ടും അവരെ അനുതാപപൂർവമല്ല കാണുന്ന ആ സിനിമയിൽ. പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സിസ്റ്റം അവരോട് പറയുന്നത് അവരുടെ കൂട്ടുകാരനെ അവിടെ വിട്ടിട്ട് നിങ്ങൾ പൊക്കോളൂ എന്നാണ് പറയുന്നത്. അവരെ അടിക്കുന്നുണ്ട്. പക്ഷെ അവരത് വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാതെ അവർ ആ കൂട്ടുകാരനെ രക്ഷിച്ചെടുക്കുന്ന അവർക്കിടയിലെ ഒരു സോളിഡാരിറ്റി. ഇത് ഫിക്ഷൻ അല്ല, ഇത് നടന്ന സംഭവമാണ്. ആ ചെറുപ്പക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട്, അവർ നേർസാക്ഷ്യങ്ങളാണ് ഇതിന്റെ. പക്ഷെ ആരോപണം ഉന്നയിച്ചത് അത് മാത്രമല്ല, ആരോപണം ഉന്നയിക്കപ്പെട്ടത് മലയാള സിനിമയ്ക്കെതിരെ കൂടിയാണ്. മലയാള സിനിമ ലഹരി ഉപയോഗം, അതിൽ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ലഹരി ഉപയോഗം, മലയാള സിനിമയിൽ ലഹരിയുടെ സ്വാധീനം, ഇത് ഒരു ജയമോഹൻ ഉന്നയിച്ച ആരോപണമൊന്നുമല്ല. അവർണ, ഇതെന്താണ് ഈ മലയാളത്തിലെ ചെറുപ്പക്കാരുടെ മലയാള സിനിമയില് നിങ്ങളെന്താ ബാക്കിയുള്ള സിനിമകളിലൊന്നും കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള വ്യവസായമൊന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നില്ല. എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ മദ്യപിക്കുന്ന ചെറുപ്പക്കാര് മലയാള സിനിമ മാത്രമേ ഉള്ളൂ? എനിക്ക് ഒട്ടുമിക്കവാറും എല്ലാ ഇൻഡസ്ട്രിയായിട്ട് നല്ല പരിചയമുള്ള ആളാണ്. ഈ ലഹരിക്ക് അടിമപ്പെട്ട ചെറുപ്പക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മിത്തിനെ ഇവിടെ സൃഷ്ടിച്ചെടുക്കുന്നുണ്ടല്ലോ. അയാൾ പറയുന്നുണ്ടല്ലോ, എറണാകുളത്ത് ഉള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ, ലഹരി മരുന്നിനിടയായ ചെറുപ്പക്കാരാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത്. എവിടുന്നാണ് അങ്ങനെ ഈ അറിവ് കിട്ടുന്നത്? തെളിവുകൾ താ, വസ്തുതകൾ പറ. അവരെന്താണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നതെന്ന് പറയാം. ഈ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് വർക്ക് ചെയ്ത ആളുകൾ, അത് എഴുതി സംവിധാനം ചെയ്ത ചിദംബരം എന്ന ചെറുപ്പക്കാരൻ, അത് ഷൂട്ട് ചെയ്ത ഷൈജു ഖാലിദ്, അതിന് പ്രൊഡക്ഷൻ ഡിസൈൻ നടത്തിയ അജയൻ ചാലിശ്ശേരി, മ്യൂസിക് കൊടുത്ത സുഷിൻ, അത് എഡിറ്റ് ചെയ്ത വിവേക് ഹർഷനാണെന്നാണ് എന്റെ ഓർമ്മ. ഇവരൊക്കെ യാതൊരു വിധത്തിലുള്ള പ്രതിഭയും ഇല്ലാത്തവരാണോ? അവരൊക്കെ നല്ല എണ്ണം പറഞ്ഞ
സാങ്കേതിക പ്രവർത്തകരാണ്, ഹൈലി ഗിഫ്റ്റഡ് ആണ്. അവരിലൂടെയാണ് മലയാള സിനിമ മുമ്പോട്ട് പോകാൻ പോകുന്നത്. അവരാണ് മലയാള സിനിമയുടെ ഭാവി എന്ന് പറയുന്നത്. അവരെ എറണാകുളത്തുള്ള ഒരു കൂട്ടം ലഹരിക്ക് അടിമപ്പെട്ട ചെറുപ്പക്കാരൻ ഇങ്ങനെ പറയുന്നത് എന്ത് വസ്തുത, എന്ത് തെളിവിന്റെ ആധാരത്തിലാണ്? ഒറ്റ ചോദ്യം കൂടി ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾ യാത്ര ചെയ്തുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചോദിച്ച് അവസാനിപ്പിക്കുന്നത്. ഒരുപാട് കോടികൾ കേരളത്തിൽ നിന്ന് വാരിക്കൊണ്ടു പോകുന്ന ഒരു തമിഴ് സിനിമ ഇൻഡസ്ട്രിയാണ്. ഈ രണ്ട് ഇൻഡസ്ട്രികൾ തമ്മിലുള്ള ബന്ധം കൂടി മോശമാകുന്ന രീതിയിലേക്ക് ഇതെല്ലാം പോകുമോ? അപർണ, ഞാൻ അത്തരത്തിലുള്ള ഡിസ്കോഴ്സിലേക്ക് ഞങ്ങൾ പോവുക എന്ന് പറയുമ്പോൾ ജയമോഹൻ വിജയിക്കുക ചെയ്യുന്നത്. അയാൾ കാണിക്കുന്ന അസഹിഷ്ണുതയും ഈ ഒന്നും ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ മറ്റ് ഭാഷകളിലുള്ള സഹപ്രവർത്തകരെയും അവരുടെ സിനിമയും വലിയ രീതിയിൽ ബഹുമാനത്തോടെ കാണുന്ന ആളുകളാണ്. ഇപ്പൊ ജയമോഹൻ എഴുതിയിട്ടുള്ള സിനിമകളുണ്ട് തമിഴ്നാട്ടിലെ, എണ്ണം പറഞ്ഞ സിനിമകളാണ്. വളരെ ആദരവോടെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ജയമോഹന്റെ എഴുത്തിനെയും ഞങ്ങൾക്ക് വിമർശനമുണ്ടെങ്കിലും ഞങ്ങൾ വ്യക്തിപരമായിട്ട് അവഹേളിക്കാനൊന്നും തയ്യാറല്ല. ഈ സിനിമ തന്നെ നോക്കൂ, ഈ പറയുന്ന മഞ്ഞുമ്മൽ ബോയ്സ്, ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ടു ഏറ്റവും തമിഴ് സിനിമയിലെ നമ്മൾ എല്ലാവരും ആദരിക്കുന്ന, ഇന്ത്യയിലെ മുഴുവൻ ആളുകൾ ആദരിക്കുന്ന ഒരു ഐക്കൺ, വലിയൊരു ലെജൻഡ്. കമലഹാസനുള്ളൊരു ട്രിബ്യൂട്ടാണത്. ഇളയരാജ എന്ന് പറയുന്ന വലിയൊരു ലെജൻഡിനുള്ള ട്രിബ്യൂട്ടാണ് ആ സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെയും ആ പരസ്പരം വിമർശനവും ഉണ്ടെങ്കിൽ പോലും നിലനിർത്തപ്പെടുന്ന ആദരവിലൂടെയുമാണ് ഞങ്ങൾ സിനിമയെ കാണുന്നത്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീ ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചത്.